നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സരൂര് ഭയങ്കര സന്തോഷമായി. സന്തോഷ വാർത്തയാണല്ലോ കേൾക്കുന്നേ. തന്റെ അച്ഛൻ മനോഹറിന്റെ തല തല്ലി പൊളിച്ചു, അവ ഹോസ്പിറ്റലാണ്. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു, അതെ അധികം സന്തോഷിക്കൊന്നും വേണ്ട കൊച്ച്. എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം അവനുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് പോകത്തില്ലല്ലോ. ഒരു പെങ്കൊച്ചല്ലേ ഉള്ളത്, അത് മാത്രമല്ല ഇത്ര പ്രായമല്ലേ ഉള്ളൂ. ഇനിയിപ്പൊ ആ കുഞ്ഞിന് പറയാനായിട്ട് അച്ഛനെങ്കിലും വേണ്ടേ? ഒരച്ഛന്റെ സ്നേഹം കിട്ടണ്ടേ? വേറെ വിവാഹമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മോളുടെ അച്ഛനെ വെറുതെ ചൂട് പിടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, ഇനി എന്താണല്ലോ എന്റെ ജീവിതത്തിലേക്ക് വേറൊരു പുരുഷൻ വരാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞിന് വേറൊരു അച്ഛന്റെ ആവശ്യവുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോയിക്കോളാം. സാറ് പറഞ്ഞില്ലേ എന്റെ മോളെ നോക്കാനായിട്ട് കിരണും ചന്ദ്രസേനങ്ങളൊക്കെ ഉണ്ടെന്ന്. അവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ നോക്കിക്കോളും. എനിക്കിനി വേറെ കല്യാണം ഒന്നും വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി സരയു പോകുന്നേ. ആ സമയത്ത് അവിടെ നിന്ന് കോൺസ്റ്റബിള് സൈഡ് പറഞ്ഞു, ആ പെങ്കൊച്ചിന്റെ പോക്കണ്ട അത്ര പന്തിയാൻ തോന്നില്ല. അവള് ഭയങ്കര സന്തോഷത്തിലാ. ആ മനോഹറിന്റെ തല തല്ലി പൊളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് കേട്ടപ്പം പറഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അവള് കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടതാണെങ്കിലും അവന് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേ. മുമ്പത്തെ പോലൊന്നും അല്ലായിരുന്നു സാറേ. ഇപ്പൊ അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എടോ, അങ്ങനെ മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പെൺകുട്ടികളുടെ ശാപം അവന്റെ തലയ്ക്ക് മേലെ ഇരിക്കുന്നതെന്ന് അറിയാവുന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം സരയു ഭയങ്കര സന്തോഷത്തോടെ പോന്നേ. സരയു നേരെ ഓഫീസിലേക്ക് പോന്നേ. അപ്പൊ കിരണിനെ കാണുന്ന കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ നേരെ കിരണിന്റെ ക്യാബിലേക്ക് കയറി ചെന്നു. പിന്നീട് കിരണിനോട് പറഞ്ഞു, കിരണെ ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. സന്തോഷ വാർത്തയോ? അതെന്താ? ഞാൻ അച്ഛനെ കാണാനായിട്ട് ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതെന്താ? അച്ഛനെ ഇപ്പൊ പ്രത്യേക ഒരു സെല്ലിലേക്ക് മാറ്റിയിരിക്കുവാന്ന്. കാരണം എന്താണെന്നറിയാവോ? ആ മനോഹർ ഉണ്ടല്ലോ, അവന്റെ തല തല്ലി പൊളിച്ചെന്ന് അച്ഛൻ. തല തല്ലി പൊളിച്ചെന്നോ? അതെ, അവനിപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലാന്നാ പറയുന്നേട്ടെ. മിക്കവാറും തട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ കണ്ടോ, അവനെ ഞാൻ കൊല്ലൂന്ന് പറയണ. അത് കേട്ടതും കിരൺ ഒരു നിമിഷം ഞെട്ടലോടുകൂടി സരയുനെ നോക്കിയിട്ട് പറഞ്ഞു, സരയു നീ വേണ്ടാത്ത തീരുമാനമൊന്നും എടുക്കണ്ട. നമുക്ക് നോക്കാം അവന്റെ കാര്യം എന്താ ഏതാന്നൊക്കെ. അതെ, അവൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് പാടില്ല. എന്റെ കുഞ്ഞിന് അവൻ അച്ഛനായിട്ട് വേണ്ട. കാരണം അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് എന്നാണെങ്കിലും അറിയും അവൻ അച്ഛനെന്നുള്ള കാര്യം. കാരണം അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എനിക്കൊരു സന്തോഷ വാർത്ത തന്നെ കിട്ടിയിരിക്കുന്നത്. ഇത് ഞാനൊന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ അല്ലേ അവനെ തീർക്കണമെന്ന് കരുതിയാൽ ഞാനിരുന്നേ. അച്ഛൻ എന്നാളും അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തെന്ന് പറയണ. കിരൺ പറഞ്ഞു, സരയു നീ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പക്ഷേങ്കിൽ അവൻ ഇനിയിപ്പം മരിച്ചില്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ അവനെ കൊല്ലാൻ പോകുന്നുള്ള കാര്യം കിരണ് വ്യക്തമായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് ദേഷ്യത്തിലാണ് സരയു നിൽക്കുന്നത്. സരയുവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ മനോഹറാണ്. അവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്നേ. പിന്നീട് സരയു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ആലോചിച്ചു, എന്തേലും ചെയ്തേ മതിയുള്ളൂ. പിന്നീട് കല്യാണിയെ വിളിക്കുവാണ്. കല്യാണിയെ വിളിച്ചിട്ട് മനോഹറിന് പറ്റിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അതെ അവളെ ഒന്ന് നോക്കണം സരയുവിനെ. അവള് ചിലപ്പം അങ്ങോട്ടേക്ക് പോയെന്നിരിക്കും. പോയി ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല മനോഹറിനെ. അവന് ഇത്തിരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ. കിരൺ പറഞ്ഞു, അത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം അവിടെ പോലീസ് കാവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം. പിന്നെ മനോഹറിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ, അവന്റെ നില എങ്ങനെയാണെന്ന് അറിയണം എന്നൊക്കെ പറയണം. അതിനുശേഷം മനോഹറിനെ കുറിച്ച് കിരൺ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് ക്രിട്ടിക്കലാന്ന് അറിയാൻ കഴിഞ്ഞു. നല്ല രീതിയിലാണ് രാഹുൽ അവന്റെ തല തല്ലി പൊളിച്ചത്. ഗംഗാപ്രസാദിന് പറ്റിയതുപോലൊന്നുമല്ല, അതിനേക്കാളും ക്രിട്ടിക്കൽ സ്റ്റേജാ. അതുകൊണ്ടൊന്നും പറയാറൊന്നും ആയിട്ടില്ല. അപകടനിലയൊന്നും തരണം ചെയ്തിട്ടില്ല. കിരണിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായി. അവന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ, പക്ഷെ കത്തെഴുതിയിട്ട് പോലും കൊണ്ടേ കാണിച്ചിട്ടില്ല. എങ്ങനെ കൊണ്ടേ കാണിക്കും? സരയു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ടുണ്ട് കൊണ്ടേ കാണിക്കാതൊക്കെ ഇരുന്നേ. ഈ സമയത്ത് സരയു ശാരിയെ വിളിച്ചു. എന്നിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയണം. അങ്ങനെ ശാരി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. എന്താ മോളെ സന്തോഷ വാർത്ത? എന്താ? അവനുണ്ടല്ലോ മനോഹർ, അവന്റെ തല അച്ഛൻ തല്ലി പൊളിച്ചെന്ന് പറയണേ. തല തല്ലി പൊളിച്ചെന്നോ? അവൻ ക്രിട്ടിക്കലായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലാ. ഇനി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ പോകുന്നില്ല. അല്ല മോളെ, അതിനവൻ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ? മരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ സരയു അവനെ അങ്ങ് തീർക്കും. മോളെ നീ അരുതാത്തൊന്നും ചെയ്യരുത്. അറിയാലോ, നിനക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൺമണി മോൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഇതപ്പോ നന്നായത്. കൺമണി മോൾക്ക് അമ്മയുണ്ട്, 2 അമ്മമാരുണ്ട്.
കിരണ, കല്യാണി എല്ലാവരും ഉണ്ട്, രൂപാൻ്റെ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ ആവശ്യമില്ല. ഞാനിന്നേരം പറയുന്നൊരു അമ്മയില്ലെങ്കിലും അവൾ നല്ല സന്തോഷത്തോടെ ജീവിക്കും. കിരണും കല്യാണിയൊക്കെ അവളെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം. മോളെ, എത്രയൊക്കെ ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് പെറ്റമ്മ തന്നെ വേണം. നീ അങ്ങനെയൊന്നും പറയരുത്. അവളൊരു പെൺകുട്ടിയാ. അവൾ വളർന്നു വരുന്ന സമയത്ത് നിന്റെ സാമീപ്യം അവൾക്ക് വേണമെന്ന് പറയണം. ദേ, അതൊന്നും വേണ്ട. ഞാനൊരു ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയുടെ ഈ സന്തോഷ വാർത്തയൊന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇല്ലെങ്കിലും അച്ഛൻ ഇത് ചെയ്തില്ലെങ്കിലും അച്ഛൻ അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെ ഞാൻ തീർക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അത് ഇച്ചിരി നേരത്തെ ആയെന്ന് മാത്രം. എന്താണെങ്കിലും എനിക്ക് വേണ്ടി അച്ഛൻ ഇത്രയെങ്കിലും ഉപകാരം ചെയ്തു തന്നു. അങ്ങനെ പറഞ്ഞിട്ട് സരിയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശാരിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. ശാരി വീട്ടിലേക്ക് വന്ന ട്യൂബയോടും ചന്ദ്രസേനോടും ഇത് പറയണം. എനിക്ക് നല്ല പേടിയുണ്ട്. അവൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അവനെ കൊല്ലാൻ പോവുമെന്ന്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾ ജയിലിലേക്ക് പോകത്തുള്ളൂ. എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയും രക്ഷിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ രൂപയോടും ചന്ദ്രസേനോടും ശാരി കാര്യങ്ങൾ പറയാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തൻ അവനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. അവൻ ICU പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്ത്. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ശാരി, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയെ സമാധാനിപ്പിച്ചു. പക്ഷെ സരിയു അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സരിയുവിന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മനോഹറിനെ തീർക്കാന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനായിട്ടും തയ്യാറായിട്ടാണ് സരിയു നിന്നിരുന്നത്. പിന്നീട് സരിയു എന്ത് ചെയ്തു? ഒരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. വേഷം മാറി വേണം പോവാനായിട്ട്. അതിന് വേണ്ടുന്ന സെറ്റിങ്സ് ഒക്കെ നടത്തുവാണ്. നേഴ്സിന്റെ വേഷത്തിൽ പോവുകയാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നത്തൊന്നുമില്ല. അങ്ങനെ അവൾ നേരെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഒരു നേഴ്സിന്റെ വേഷമൊക്കെ ധരിച്ചു. ഈ വേഷം ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ആരും സംശയിക്കത്തില്ല. ആർക്കും ഒരു സംശയം തോന്നത്തില്ല. പുറത്ത് പോലീസുകാരുണ്ട്. അപ്പൊ അവരടക്കുന്ന നേഴ്സ് വരുന്നു. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പോലീസുകാർക്ക് അവിടുത്തെ നേഴ്സുമാരെ എല്ലാവരും അറിയത്തൊന്നുമില്ലല്ലോ. ഒരു സമയത്ത് ഒരു നേഴ്സ് വന്നാൽ പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും വരുന്നേ. അങ്ങനെ സരിയു ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് മനോഹറിന്റെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് മനോഹറിന് ജസ്റ്റ് ബോധം വീണിട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അവന് അപകടനില തരണം ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുപോലും അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മരിച്ചു പോയെന്ന് തന്നെ കരുതിയതാ. ആ സമയത്താണ് വീണ്ടും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. ഈ സമയം പോലീസുകാരൻ പുറത്തുണ്ടായിരുന്നു. സരിയു എന്ത് ചെയ്യണം? പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ പോലീസുകാരന് മുഖം കൊടുക്കാതെ എന്ത് ചെയ്യാണ്? അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. പോലീസുകാരൻ നോക്കുമ്പോൾ നേഴ്സ് വരുന്നു. അപ്പൊ പരിശോധിക്കാനാ. പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. സെർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സരിയു അകത്തേക്ക് ഒന്ന് മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം മനോഹർ കണ്ണടച്ച് കിടക്കുകയാണ്. സരിയു എന്നിട്ട് എടാന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സരിയു മുഖത്തെ മാസ്ക് അങ്ങോട്ട് ഊരി മാറ്റി. സരിയുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് അപകടം എടുത്തു. പോരാത്തന്നെ അവളുടെ വേഷം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കൊല്ലാൻ വന്നാന്നുള്ള കാര്യം മനസ്സിലായി. മനോഹറിന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും സരിയ പറഞ്ഞു, അങ്ങനെ ഇവിടെ വന്ന് ജീവനോടെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടാ. നിന്നെ തീർക്കാൻ വേണ്ടി ഞാൻ വന്നത്. എന്റെ കുഞ്ഞിന് നിന്നെ പോലെ അച്ഛനും വേണ്ടതാ. നീ കുറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് കുറെ ഭാര്യമാരുണ്ട്. ഇനി ഒരു പെണ്ണിനെ നീ ഒരിക്കലും ചതിച്ചുകൂടാ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കൈകാലിട്ടടിക്കുവാണ് മനോഹർ. ഇനിയിപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. അവൻ മരിക്കാൻ ചാൻസ് ഇല്ല. അതിനു മുമ്പ് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.